പ്രൈസ് ദി ലോർഡ്. ഗുഡ് മോർണിംഗ്. അനുഗ്രഹീതമേറിയ നല്ല പ്രഭാതത്തിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെ ഒരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് അനുവദനീയമായി തന്നു. ഭൂമിയുടെ പരപ്പിൽ ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തിന് മഹത്വം കരയേറ്റുവാൻ ഒരു നല്ല ദിവസം കൊണ്ട് ദൈവം നമുക്ക് പ്രദാനം ചെയ്തല്ലോ. എൻ്റെ ഈ ഓരോ ദിവസത്തെയും മോർണിംഗ് ഡിവോഷൻ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ മാന്യമിത്രങ്ങൾക്കും ഒരു പ്രാവശ്യം കൂടെ ക്രിസ്തുയേശുവിലുള്ള നന്ദിയും വന്ദനവും അറിയിച്ചുകൊണ്ട് നമ്മുടെ പ്രഭാത ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം മുതൽ എൻ്റെ മനസ്സിൽ വന്ന ഒരാശയമാണ് ഈ പ്രഭാതം മുതൽ നിങ്ങളുമായി പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദൈവം അനുവദിച്ച ചില പ്രഭാതങ്ങൾ ഈ വിഷയത്തെ തന്നെ ആസ്പദമാക്കി നിങ്ങളുമായി പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഇന്നത്തെ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട സന്ദേശം പുതിയ നിയമത്തിലെ ശുശ്രൂഷകർ അല്ലെങ്കിൽ ശുശ്രൂഷ എന്ന ഒരു ആശയത്തെ സംബന്ധിച്ചാണ്. ഇത് പാസ്റ്റേഴ്സ് കോൺഫറൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള മീറ്റിങ്ങുകളിൽ എടുക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണെങ്കിലും ദൈവജനത്തിനും കൂടെ പ്രയോജനമാകട്ടെ എന്ന് കരുതിയാണ് ഇങ്ങനെ ഒരു സെലക്ഷൻ ഞാൻ ചെയ്തത്. കാരണം ഇതിൻ്റെ പിന്നിൽ ഒരുപാട് റീസൺസ് ഉണ്ട്. അത് ഞാൻ ഓരോ സമയങ്ങളിലും പറഞ്ഞുകൊള്ളാം. അപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, നമ്മൾ അതിരിക്കാതെ പലപ്പോഴും എന്താണ് പറയുന്നത്, നമ്മൾ ഇഗ്നോർ ചെയ്ത് പോകുന്ന ഒരു സബ്ജക്റ്റാണ് ഈ പുതിയ നിയമത്തിലെ ശുശ്രൂഷകർ, ന്യൂ ടെസ്റ്റമെൻ്റ് മിനിസ്ട്രി എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ ഇംഗ്ലീഷിൽ പറയാം. അപ്പോൾ ഈ ന്യൂ ടെസ്റ്റമെൻ്റ് മിനിസ്ട്രി അല്ലെങ്കിൽ പുതിയ നിയമ ശുശ്രൂഷ അത് എന്താണ് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു ഘടകമാണ്. അപ്പോൾ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകളെക്കുറിച്ച്, പുതിയ നിയമത്തിലെ ആ ദൈവിക പ്രവൃത്തികളെക്കുറിച്ച് നാം മനസ്സിലാക്കുന്നതിന് മുൻപേ ചില കാര്യങ്ങൾ അടിസ്ഥാനപരമായി നാം അറിയേണ്ട അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ പറഞ്ഞ് മുൻപോട്ട് പോകുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ പുതിയ നിയമ ശുശ്രൂഷയെക്കുറിച്ച് നാം പഠിക്കുന്നതിന് മുൻപ് വാട്ട് ഈസ് ന്യൂ ടെസ്റ്റമെൻറ്റ്, എന്താണ് പുതിയ നിയമം എന്ന് പറയണം. കാരണം ഈ പുതിയ നിയമം എന്ന് പറയുന്നത് നമുക്കറിയാം, വേദപുസ്തകത്തിൽ 2 പ്രധാന പുസ്തകങ്ങളാണ്. ഒന്ന് പഴയ നിയമവും 2 പുതിയ നിയമം. ഇങ്ങനെ 2 ഭാഗങ്ങളായിട്ടാണ് ബൈബിളിനെ തിരിച്ചിരിക്കുന്നത്. അതിൽ ഈ പഴയ നിയമം എന്ന് പറയുമ്പോൾ മോശയിൽ കൂടെ ഇസ്രായേൽ ജനത്തോട് ദൈവം ന്യായപ്രമാണത്തിൽ കൂടെ ഉടമ്പടി ചെയ്യുവാനിടയായി. എന്നാൽ ആ ഉടമ്പടി പൂർത്തീകരിപ്പാൻ കഴിഞ്ഞില്ല. അങ്ങനെ പൂർത്തീകരണപ്പെടാത്ത ഒരു നിയമം, അതിനെയാണ് പഴയ നിയമം എന്ന് പറയുന്നത്. എന്നാൽ പുതിയ നിയമം, അതിൻ്റെ ആരംഭം എന്താണ്? അപ്പോൾ മോശയിൽ കൂടി ഇസ്രായേൽ ജനതയോട് ചെയ്ത ആ ഉടമ്പടിക്ക് പൂർണ്ണത വരാഞ്ഞത് കൊണ്ട് എന്താണ്, യഹോവയായ ദൈവം യേശു ക്രിസ്തുവിലൂടെ ഒരു പുതിയ നിയമം സ്ഥാപിക്കുകയാണ്. ആ പുതിയ നിയമം നമുക്കറിയാം, യേശു ക്രിസ്തു തൻ്റെ അന്ത്യ അത്താഴത്തിങ്കൽ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത് ഇതിങ്ങനെയാണ്: ഈ പാനപാത്രം എൻ്റെ രക്തത്തിലുള്ള പുതിയ നിയമം എന്നാണ്. ന്യൂ ടെസ്റ്റമെൻറ്റ്. അപ്പോൾ ഒരു പുതിയ നിയമം ക്രിസ്തു എങ്ങനെയാണ് സ്ഥാപിച്ചത്? ക്രിസ്തു ഒരു പുതിയ നിയമം സ്ഥാപിച്ചത് തൻ്റെ രക്തസാക്ഷിത്വത്തിൽ കൂടിയാണ്. രക്തം ചിന്തി ആ മരണത്തിൽ കൂടെയാണ് ക്രിസ്തു ഒരു പുതിയ നിയമം സ്ഥാപിക്കുന്നത്. ഈ പുതിയ നിയമത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ഈ പുതിയ നിയമത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് 3 പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ്. There are 3 important things. 3 പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. അതേതൊക്കെയാണ്? ഒന്ന്,
പാപമോചനമാണ്. പാപമോചനം. 2 രക്ഷയാണ്. 3 ദൈവത്തോടുള്ള ബന്ധം, ഒരു പുതിയ ബന്ധം സ്ഥാപിക്കുകയാണ്. ഇപ്പം ഞാൻ ഒന്നും കൂടി ആവർത്തിക്കാം. ഈ പുതിയ നിയമത്തിൽ കൂടെ കർത്താവായ യേശു ക്രിസ്തു ആഗ്രഹിച്ചതെന്താണ്? സർവശക്തനായ ദൈവത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, പിന്നെ ഒന്ന് പാപമോചനം. ആർക്കൊക്കെയാണ് പാപമോചനം? ആദാമ്യ വർഗത്തിന് പാപമോചനം ആവശ്യമായിരുന്നു. അങ്ങനെ പാപമോചനത്തിനായി തൻ്റെ ഓമനപുത്രനായ യേശുക്രിസ്തുവിനെ നമുക്ക് വേണ്ടി തന്നു. അങ്ങനെ യേശുക്രിസ്തു കാൽവറിയിൽ ചൊരിഞ്ഞ രക്തം മൂലം നമുക്ക് ലഭിക്കപ്പെട്ട 3 വസ്തുതകൾ. 1 പാപക്ഷമ നമുക്ക് ലഭിച്ചു. 2 രക്ഷ. എങ്ങനെയുള്ള രക്ഷയാണ്? സൗജന്യമായ രക്ഷ. അതും എങ്ങനെയുള്ളതാണ്? നിത്യമായ രക്ഷ. ഇനി അതിനേക്കാളൊക്കെ ഉപരി അറ്റുപോയ ഒരു ബന്ധമായിരുന്നു ദൈവത്തിൻ്റെതും നമ്മുടേതും. എന്നാൽ ആ അറ്റുപോയ ബന്ധം ദൈവം സ്ഥാപിച്ചു. അതുകൊണ്ട് യോഹന്നാൻ അപ്പോസ്തലൻ എങ്ങനെ എഴുതി? കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു. തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സകലർക്കും നിത്യജീവനുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3:16 ഇങ്ങനെ വായിക്കുന്നു: തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അതേ പ്രിയരെ, നമ്മുടെ കർത്താവ് നമ്മെ സ്നേഹിച്ചു. ആ കർത്താവിൻ്റെ അവസാനത്തുള്ള രക്തം വരെ നമുക്ക് വേണ്ടി ഊറ്റിത്തന്നു. ആ മാനവജാതിയുടെ പാപപരിഹാരത്തിനു വേണ്ടി കാൽവറിയുടെ കുലക്കളത്തിൽ പിടഞ്ഞു മരിച്ച നസ്രേനായ യേശു ക്രിസ്തു ഇന്നും ഇന്നലെയും എന്നേക്കും അനന്യനായ ദൈവമാണ്, ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ബാക്കി ഭാഗം നാളെ കേൾക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ അനുഗ്രഹമാക്കി തീർക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് ആമുവേൽ.